നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബ്രിട്ടനിലെ ഡെയിലി മെയിൽ ഇപ്പോൾ നടുക്കുന്നൊരു വാർത്തയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഗസയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് എത്തുന്ന അഭയാർത്ഥികൾ. പലസ്തീൻകാരനായ അബുവാടി എന്ന ഭീകരൻ്റെ കഥയാണ് ഡെയിലി മെയിൽ വിവരിച്ചിരിക്കുന്നത്. അബുവാടി എന്ന പലസ്തീൻ ഭീകരൻ ഉൾപ്പെടുന്ന സംഘം ഇംഗ്ലീഷ് ചാനൽ കടന്ന് നേരെ UK എത്തുന്നു. അവർ സഞ്ചരിച്ച ഡിങ്കി ബോട്ട് അതിർത്തി സേന പിടിച്ചെടുക്കുമ്പോൾ അബുവാടി ഒരു വിജയചിഹ്നം ഉയർത്തിക്കാട്ടുന്നു. ദൈവത്തിന് നന്ദി, ഞങ്ങൾ ബ്രിട്ടനിലെത്തി. ഗസയുടെ ഭീകരതയിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു സാധാരണക്കാരനല്ല അബുവാടി. ഇയാൾ എല്ലാ ജൂതന്മാരെയും കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നു. AK-47 തോക്കുകളുമായി ഇയാൾ ഭയാനകമായി പോസ്റ്റ് ചെയ്യുന്നു. ഈ പോസ്റ്റ് ചെയ്ത വീഡിയോകളും ഫോട്ടോകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലിടുന്നു. ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന ഒരു ഗ്രൂപ്പിലെ പ്രധാന അംഗമാണ് ഈ കുടിയേറ്റക്കാരൻ. ജൂതന്മാരെ കൊല്ലുന്നതിനെക്കുറിച്ച് മാത്രമേ താൻ ചിന്തിക്കാറുള്ളൂ എന്നിയാൾ സമൂഹ മാധ്യമങ്ങളിൽ എഴുതി. ഇസ്രായേലി പ്രതിരോധ സേനയുമായുള്ള പോരാട്ടങ്ങൾ ചിത്രീകരിക്കുന്ന നിരവധി ചിത്രങ്ങളാണ് ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇയാൾ ഒരു പോസ്റ്റ് ഇട്ടു. ജൂതന്മാരെ പൂർണ്ണമായും ശിക്ഷിക്കണമെന്നായിരുന്നു ആ പോസ്റ്റിൽ പറഞ്ഞത്. ജൂതന്മാരെ പൂർണ്ണമായും ശിക്ഷിക്കാൻ ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവെ, ജൂതന്മാരെയും അവരോട് വിശ്വസ്തരായവരെയും കൈകാര്യം ചെയ്യേണ്ടത് നിന്റെ ബാധ്യതയാണ്. അല്ലാഹുവെ, അവരെ ഒന്നൊന്നായി കൊല്ലണം. ഒരാളെപ്പോലും അവശേഷിപ്പിക്കരുതേ. അവരെ പൂർണ്ണമായി നശിപ്പിക്കണം. അവരെ പൂർണ്ണമായും ചിതറിക്കണം. അവരുടെ കാൽക്കീഴിൽ നിന്ന് ഭൂമിയെ മാറ്റിക്കളയണം. അബുവാടിയെക്കുറിച്ചുള്ള ഈ വെളിപ്പെടുത്തൽ UK ഹോം ഗാർഡിനെ പൂർണ്ണമായി ഞെട്ടിച്ചിരിക്കുന്നു. വാടിയുടെ തീവ്രവാദ പശ്ചാത്തലത്തെക്കുറിച്ച് അറിയാമോ, അതോ അയാൾക്ക് തെരുവുകളിൽ സ്വതന്ത്രനായി കറങ്ങാൻ കഴിയുമോ എന്ന് പറയാൻ ഹോം ഓഫീസ് ഇന്നലെ രാത്രി വിസമ്മതിച്ചുവെന്നാണ് ഡെയിലി മെയിൽ പറയുന്നത്. ഡെയിലി മെയിലിൻ്റെ വെളിപ്പെടുത്തലുകളിൽ മുതിർന്ന രാഷ്ട്രീയക്കാരും സുരക്ഷാ വിദഗ്ധരുമൊക്കെ ഭീതിയോടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അബുവാടി ഒറ്റയ്ക്കല്ല ഗസയിൽ നിന്നെത്തിയത്. കഴിഞ്ഞ ആഴ്ച മാത്രം ചെറുബോട്ടുകളിൽ കയറി ഇംഗ്ലണ്ടിൽ അഭയാർത്ഥികളായി എത്തിയത് 1600-ലധികം ആളുകൾ. കുടിയേറ്റ പ്രശ്നങ്ങളിൽ കടുത്ത സമീപനം സ്വീകരിക്കണമെന്ന് കെയർ സ്റ്റാമർക്കുമേൽ സമ്മർദ്ദവുമേറുന്നു. അനധികൃതമായി ചാനൽ കടന്ന് ഇംഗ്ലണ്ടിലെത്തിയ ആയിരക്കണക്കിന് ആളുകളെക്കുറിച്ച് യാതൊരുവിധ വിവരങ്ങളും അധികൃതർക്ക് പോലുമില്ല. നിരവധി ആളുകൾ പറയുന്നു അബുവാടി വ്യക്തമായും ബ്രിട്ടീഷ് ജനതയ്ക്ക് ഒരു ഭീഷണിയാണ്. തീവ്രവാദ അനുഭാവം പുലർത്തുന്ന ഇതുപോലുള്ള അപകടകാരികളായ പുരുഷന്മാരെ കൈകാര്യം ചെയ്യാൻ പോലീസും സുരക്ഷാ സേവനങ്ങളുമൊക്കെ ബുദ്ധിമുട്ടുന്നു. അബുവാടിയെ അറസ്റ്റ് ചെയ്ത ഉടൻ നാടുകടത്തണമെന്ന ആവശ്യം ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ശക്തമാണ്. 30കൾ കഴിഞ്ഞ അബുവാടി ഗാസയിലെ ഖാൻ യൂനീസ് നഗരത്തിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് അനധികൃതമായി കുടിയേറിയ വ്യക്തിയാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ കൂട്ടക്കൊലകൾക്ക് മുൻപ് അയാൾ പ്രദേശം വിട്ട് പലായനം ചെയ്തിരുന്നു. ടയർ ബേണിംഗ് യൂണിറ്റ് എന്നറിയപ്പെടുന്ന കടുത്ത ഭീകര സംഘത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു അബുവാടി. യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് ഗാസയുടെ അതിർത്തിയിൽ ഇസ്രയേൽ സേനയ്ക്ക് നേരെ പതിവായി തീബോംബുകളും പാറകളുമൊക്കെ വലിച്ചെറിയുന്ന പലസ്തീൻ തീവ്രവാദികളുടെ ഒരു സായുധ സംഘമാണ് ടയർ ബേണിംഗ് യൂണിറ്റ്. ഗാസ ഇസ്രയേൽ അതിർത്തിയിൽ ഗുരുതരമായ ആക്രമണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹമാസ് അംഗമാണ് അബുവാദി എന്ന് വ്യക്തമാണ്. അതിർത്തിക്കപ്പുറത്ത് തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളിലേക്ക് വെടിയുതിർത്ത് വ്യോമാക്രമണം നടത്തുന്നതിൽ ഇയാൾ പ്രഗത്ഭനായിരുന്നു. 2018 ഏപ്രിലിൽ ഇയാൾ ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകിയിരുന്നു. മുസാബ് അബ്ദുൽ കരീം അൽ ഖസാസ് എന്നതാണ് ഇയാളുടെ മുഴുവൻ പേര്. അതിർത്തിക്കപ്പുറത്തേക്ക് വെടിയുതിർക്കുന്ന പട്ടങ്ങൾ അയച്ചുകൊണ്ട് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന പദ്ധതിയാണ് ഇയാൾ അഭിമുഖത്തിൽ പങ്കുവച്ചത്. ഞങ്ങൾക്ക് 3 ശെക്കൽ മാത്രമേ ചെലവ് വരൂ. പക്ഷെ അതുണ്ടാക്കുന്ന തീപിടുത്തങ്ങൾ കാരണം അധിനിവേശ ഇസ്രായേലിന് കൂടുതൽ ചിലവ് വരുമെന്ന് അയാൾ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഞങ്ങൾ കല്ലെറിഞ്ഞു, ടയറുകൾ കത്തിച്ചെറിഞ്ഞു, ഇസ്രായേലി പതാകകൾ കത്തിച്ചു. ഞങ്ങൾ ശക്തമായ സമരം തുടങ്ങി, പിന്നീട് പട്ടം പറത്തി എന്നാണ് ഇയാൾ പറയുന്നത്. അബുവാടി തോക്കുധാരിയായി നിൽക്കുന്ന ഈ ചിത്രങ്ങൾ ബോട്ടിലെ കുടിയേറ്റക്കാരൻ്റെ ദൃശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ട് എന്ന് പ്രമുഖ ഡിജിറ്റൽ അനലിറ്റിക്കൽ കമ്പനി പറയുന്നു. നിരവധി ചിത്രങ്ങളിൽ ഇയാൾ AK-47 തോക്കുകളുമായി പോസ്റ്റ് ചെയ്യുന്നു. ഇസ്രയേലുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട തോക്കുധാരികളുടെ ചിത്രങ്ങൾ, ഉയർന്ന സ്ഫോടകശേഷിയുള്ള പീരങ്ക് ഷെല്ലിനും മുഖംമൂടി ധരിച്ച 7 പേർക്കുമൊപ്പം ഇയാൾ തീവ്രവാദിയായി തന്നെ പോസ്റ്റ് ചെയ്യുന്നു. 2021 ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ എഴുതി, അൽ അക്സയ്ക്ക് വേണ്ടി അത് ജ്വലിപ്പിക്കുന്നത് ഞങ്ങളാണ്. മരണത്തെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട അൽ അക്സ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആത്മാക്കൾ കാത്തിരിക്കുന്നു. ഒക്ടോബർ 7 ഇസ്രായേലിന് നേർക്ക് നടത്തിയ കൂട്ടക്കൊലയിൽ പങ്കെടുത്ത വിഭാഗമാണ് അൽ അക്സ.
അല്ലക്സ വിഭാഗത്തിൽ തന്നെ പെട്ട അബൂ വാഡി എന്ന ഭീകരൻ ഇത് ബ്രിട്ടനിൽ അഭയാർത്ഥിയായി എത്തിയിരിക്കുന്നു. അയാൾ പറയുന്നത് ജൂതന്മാരെ മുഴുവൻ കൊന്നൊടുക്കുമെന്ന്, ജൂതന്മാരെ സഹായിക്കുന്നവരെയും. അള്ളാഹുവിനു വേണ്ടി മരിക്കുക അഭിലാഷമാണ്. പ്രഖ്യാപിതനായ എല്ലാ ജൂതന്മാരെയും കൂട്ടക്കൊല ചെയ്യാൻ പ്രാർത്ഥിക്കുന്ന ഒരാളെ ഈ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കരുത്. 2023 ഒക്ടോബർ 7 തീവ്രവാദി ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച യഹ്യ സിൻവർ 2023 ഒക്ടോബർ 7 ഇസ്രായേലിന് നേർക്ക് നടത്തിയ ഏറ്റവും ക്രൂരമായ തീവ്രവാദി ആക്രമണം, അതിന് ചുക്കാൻ പിടിച്ച യഹ്യ സിൻവർക്കൊപ്പം ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയും അത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു വാഡി. സോഷ്യൽ മീഡിയയിൽ വാഡിക്ക് വലിയൊരു ആരാധക വൃന്ദമുണ്ട്. അയാളുടെ വീഡിയോകൾക്ക് 2.5 ദശലക്ഷം കാഴ്ചക്കാർ. ഗസയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കുള്ള തൻ്റെ യാത്ര, ഇംഗ്ലീഷ് ചാനലിലൂടെയുള്ള ആ യാത്ര ഇയാൾ ഫോട്ടോകളിലൂടെ പകർത്തി അതും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ബോർഡർ ഫോഴ്സ് കപ്പൽ തൻ്റെ ഡിങ്കി ബോട്ടിനെ സമീപിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലും ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. വ്യാഴാഴ്ച രാവിലെ ഇംഗ്ലീഷ് ചാനലിൽ 4 ചെറിയ ബോട്ടുകളിലായി പിടികൂടിയ 235 കുടിയേറ്റക്കാരിൽ ഒരാളായിരുന്നു വാഡി. ഇതിനിടയിൽ ഫ്രാൻസിലെ താൽക്കാലിക ക്യാമ്പുകളിൽ താൻ ഉറങ്ങുന്നതിൻ്റെയും ചുഴലിക്കാറ്റിനെ നേരിടാൻ ശ്രമിക്കുന്നതിൻ്റെയും ഒക്കെ വീഡിയോകൾ ഇയാൾ പോസ്റ്റ് ചെയ്തു.